വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട പടമലയിൽ റോഡിന് സമീപം കടുവയെ കണ്ടതായി പ്രദേശവാസികൾ. കടുവ ഓടിമറയുന്ന CCTV ദൃശ്യവും പുറത്തുവന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഇന്ന് രാവിലെ 6:45-ഓടെയാണ് സംഭവം. പള്ളിയിൽ പോകുകയായിരുന്ന ഐക്യരാട്ട് സാബു, വെണ്ണമറ്റത്തിൽ ലിസി എന്നിവരാണ് കടുവയെ കണ്ടത്. വിവരമറിഞ്ഞ് വനപാലകർ സ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സമീപ പ്രദേശത്താണ് കടുവയെ കണ്ടത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരിൽ ആശങ്ക കൂടിയിട്ടുണ്ട്. 6 മണിക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരാൻ വേണ്ടി കയറി ഒരു 2 സെക്കൻഡ് റോട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തന്നെ പറമ്പിൻ്റെ താഴെ ഭാഗത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ആന എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീണ്ടും ഒരു കരച്ചിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തോ പാഞ്ഞ് ഭയങ്കര ശബ്ദത്തോടു കൂടി എല്ലാം കുലുക്കി പറിച്ച് വരുന്ന ഒരു ഇത് തോന്നി എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ആനയാണെന്ന് വിചാരിച്ചു. ഞാൻ മേലെ വീട്ടിൽ ചേട്ടനെ വിളിച്ചു, ചേട്ടാ ആന വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ ആ ചാലിലേക്ക് കയറി കഴിഞ്ഞ് മേലെ ചെന്നപ്പോൾ ഒരു തിണ്ട എനിക്ക് ഓടാൻ പറ്റാണ്ടായിപ്പോയി. വേഗം ഞാൻ സൈഡിലോട്ട് മാറി എന്നെ കവർ ചെയ്ത് വന്ന് കടുവ വേഗം മേലോട്ട് കയറിപ്പോയി. ഇതിനിടയിൽ ഒരാഴ്ചക്കിടെ തൃശ്ശിലേരിയുടെ വിവിധ ഭാഗങ്ങളിലും പിലാക്കാവ്, മണിയൻകുന്ന് പരിസരങ്ങളിലും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് ഒണ്ടേങ്ങാടി എടമുണ്ടക്കുന്നിൽ വാഴത്തോട്ടത്തിൽ കടുവയുടെ വ്യക്തമായ കാൽപ്പാടുകൾ പതിഞ്ഞിരുന്നു. പല എസ്റ്റേറ്റുകളിലും സ്വകാര്യ തോട്ടങ്ങളിലും അടിക്കാടുകൾ വെട്ടാത്തത് കടുവയെ പോലുള്ള വന്യമൃഗങ്ങൾക്ക് നാട്ടിൻപുറങ്ങളിൽ ഇറങ്ങാൻ ഏറെ സഹായകരമാകുന്നുണ്ട്. അമൃത ന്യൂസ്, വയനാട്.